ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോടുകൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവുകയാണ്. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന റീഡിംഗ് ആണ്. പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് മാത്രമാണ് ഇവിടെ ആവശ്യം. നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെയും കറൻറ്റ് എനർജിയാണ് നോക്കുന്നത്. എന്താണ് നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്ന കാര്യം? ഇവിടെ എന്താണ്? ഏസ് ഓഫ് കപ്സ് ആണ് ആദ്യത്തെ കാർഡ്. വെയിറ്റിംഗ് എനർജിയാണ്. 3 ഓഫ് വാൻഡ്സ് ആണ്. ഇവിടെ ഹൈ പ്രീസ്റ്റസ് റിവേഴ്സ് ആണ്. Queen of Cups, Queen of Wands, മൂൺ കാർഡ് വന്നിട്ടുണ്ട്, റിവേഴ്സ് ആണ്. Ace of Wands, ഒരു കാർഡ് കൂടി എടുക്കാം. Page of Swords, ആദ്യത്തെ കാർഡ് കാണുന്നില്ലേ? എന്താണ്? ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് തോന്നുന്ന ഫീലിങ്സിനെയാണ് ഏസ് ഓഫ് കപ്സ് കാർഡ് പറയുന്നത്. നിങ്ങളോട് അത്രയേറെ പ്രണയമാണ് ഇപ്പോൾ അവർക്ക് തോന്നുന്നത് എന്നാണ് കാർഡ് പറയുന്നത്. ഈ ഒരു സെപ്പറേഷൻ തന്നെയാണ് അവരിലേക്ക് മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയപ്പെടുന്ന നിമിഷത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. ചിപ്പിക്കുള്ള മുത്തിനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ മൂല്യത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. പുറമേ നിന്ന് നോക്കുമ്പോഴേ, അതായത് ആദ്യമൊക്കെ നിങ്ങൾ പരിചയപ്പെട്ട സമയത്ത് നിങ്ങളും അവരും ഒരുമിച്ചുള്ള നിമിഷത്തിൽ നിങ്ങൾ എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടായില്ല എന്നാണ് പറയുന്നത്. നിങ്ങളുടെ സ്നേഹം എന്തെന്ന് മനസ്സിലായിട്ടുണ്ടായില്ല, നിങ്ങളുടെ കരുതൽ എന്തെന്ന് മനസ്സിലായിട്ടുണ്ടായില്ല, നിങ്ങളെ ആരാണെന്ന് പോലും മനസ്സിലായിട്ടുണ്ടായില്ല. ഇന്നാണ് നിങ്ങളെ പൂർണ്ണമായിട്ടും അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ചുറ്റുമുള്ള വ്യക്തികളല്ല അവർക്ക് നന്മ വിചാരിക്കുന്നത്, അവരെ സപ്പോർട്ട് ചെയ്തിരുന്നത്, അവരവരായിട്ട് കണ്ടിട്ടുള്ളത് എന്നൊക്കെ അവർ തിരിച്ചറിയാണ്. നിങ്ങളാണ് അവരെ അത്രയേറെ സ്നേഹിച്ചിട്ടുള്ളത് എന്നവർ തിരിച്ചറിയുന്നു. ന്യൂ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് എന്നാണ് കാർഡ് പറയുന്നത്. ന്യൂ കണക്ഷൻ എന്നാണ്. ഇവിടെ ഈ ഒരു ബന്ധത്തിൽ സാധ്യത തന്നെയാണ്. അവർ തിരിച്ചു വരും എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. അവരുടെ ഹേർട്ട് നിങ്ങളിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് യൂണിവേഴ്സ് പറയുന്നു. പോസിറ്റീവായിട്ടുള്ള ഔട്ട്കംസ് തന്നെയാണ്. അവിടെ ഹേർട്ട് നിറച്ച് നിങ്ങളുള്ള സ്നേഹമാണ്, തിരിച്ചറിവാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. യൂണിവേഴ്സ് അവർക്ക് കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നും കാർഡ്സ് പറയുന്നുണ്ട്. ഈ ഒരു സെപ്പറേഷൻ, ഈ ഒരു നോ കോണ്ടാക്ട് തന്നെയാണ് നിങ്ങളുടെ വാല്യൂ അവർ തിരിച്ചറിയപ്പെട്ടിട്ടുള്ളത്. അതാണ് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് തരാൻ പോകുന്ന ഗിഫ്റ്റ്. വെയിറ്റിംഗ് എനർജിയാണ്. 3 ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. അവർ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു, ഓപ്പോർച്യൂണിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാർഡ്സ് പറയുന്നത്. ഇന്ന് നിങ്ങളെക്കാൾ കൂടുതൽ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കരുതും നിങ്ങൾക്ക് മാത്രമാണ് അവരെ മിസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് മാത്രമാണ് അവരോട് സ്നേഹമുള്ളത്, എത്ര നാളായിട്ട് ഞാൻ കാത്തിരിക്കുന്നു എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. എങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ വെയിറ്റിംഗ് എനർജി ആയിട്ട് കാണിക്കുന്നത്. ഈ ഒരു ബന്ധത്തിൽ ഒരവസരത്തിനായിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാർഡ് പറയുന്നത്. അവർ ചെയ്യുന്ന കാര്യം റൈറ്റ് ഡയറക്ഷൻ തന്നെയാണ്. കാരണം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് അവരോട് അത്രയേറെ സ്നേഹമാണ്. ചെറിയ ചെറിയ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവാൻ തിരിച്ചു വരുമ്പോൾ, പക്ഷേ നിങ്ങളും അവരുടെ തിരിച്ചുവരവിനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. തെറ്റുകൾ തിരുത്തിക്കൊണ്ട് തന്നെയാണ് ഒരവസരത്തിനായിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങളെ കാണുവാനും നിങ്ങളോട് സംസാരിക്കുവാനും അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളുമൊത്തുള്ള നിമിഷമാണ് അവർ ആഗ്രഹിക്കുന്നത്. അത്രയും തീവ്രമായിട്ട് തന്നെയാണ് അവർ നിങ്ങളിലേക്ക് നോക്കുന്നത്. ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് പ്രോഗ്രസ്സിലേക്ക് എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. റൈറ്റ് ഡയറക്ഷൻ തന്നെയാണ്. ഓക്കെ, ഹൈ പ്രീസ്റ്റസ് റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത്. അവരുടെ എനർജിയാണ്. ഒരു രഹസ്യത്തെയാണ് കാണിക്കുന്നത്. അവർ നിങ്ങളോട് പറയാതെ വെച്ചിട്ടുള്ളൊരു രഹസ്യമുണ്ടെന്ന് പറയുന്നു. അവർ ഗോസിപ്പിനെ ഭയന്നിരുന്നു എന്ന് പറയുന്നു.
സമൂഹത്തെ ഭയന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടേതായ കാര്യങ്ങൾ നോക്കിക്കൊണ്ടാണ് അവർ നിങ്ങളിൽ നിന്നും താൽക്കാലികമായി മാറിപ്പോയിട്ടുള്ളതെന്ന് ഇവിടെ യൂണിവേഴ്സ് പറയുകയാണ്. ഇന്ന് അവർ തിരിച്ചറിയുന്നത് അവർ ചെയ്യേണ്ട കാര്യം അവർ ചെയ്യാനായിട്ട് ഡിലേ വന്നു എന്നാണ്. അവർ തന്നെ വിശ്വസിച്ചുകൊണ്ട് അവരുടെ ഇന്നർ വോയിസ് എന്താണോ പറയുന്നത് ആ കാര്യത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവർ ഈ ഒരു ബന്ധത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അവർ മറച്ചു വെച്ചിട്ടുള്ള രഹസ്യം, ആ ഒരു സീക്രട്ട് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുതന്നെയാണ് നിങ്ങളുടെ ചോദ്യവും. നിങ്ങൾ പലപ്പോഴായിട്ട് അവരോട് ചോദിച്ചിട്ടുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് അവരെ കൊണ്ട് എത്തിക്കുന്നത്. ആ സത്യം നിങ്ങളിലേക്ക് അറിയപ്പെടാൻ പോവുകയാണ്, യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് എന്നാണ് കാർഡ്സ് പറയുന്നത്. അത്രയേറെ സ്നേഹത്തെയാണ് കാണിക്കുന്ന ക്വീൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ലവ് ആൻഡ് കമ്പാഷൻ എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഡീപ്പ് കണക്ഷനാണ് നിങ്ങളിലേക്ക് അവരെ എത്തിക്കുന്നത്. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ തന്നെയാണ്. ഇന്ന് അവരുടെ ഹാർട്ട് പറയുന്നതനുസരിച്ച് തന്നെയാണ് അവർ മുന്നോട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഹീലിംഗ് സംഭവിക്കുന്നുണ്ട്. അവരൊരു മാറ്റം തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. അവർ നിങ്ങളോട് അവരുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ പോവുകയാണ്. ഇത്രയും നാളും അവർ ഉള്ളിൻ്റെ ഉള്ളിൽ ഒളിച്ചു വെച്ചിരിക്കുന്നൊരു കാര്യമാണ്. നിങ്ങളോട് ആ ഒരു സ്നേഹം പ്രകടിപ്പിച്ചിട്ടുണ്ടായില്ല. ഇനി അവർ നിങ്ങളോട് പറയാൻ പോവുകയാണ്. അതെന്താണെന്ന് അവർ നിങ്ങൾക്ക് കാണിച്ചു തരും. നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. ആ സ്നേഹത്തിൻ്റെ തീവ്രത നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ എനർജിയാണ് ക്വീൻ ഓഫ് വാൻസ്. നിങ്ങളുടെ തീരുമാനത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങളെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊരു കറേജ് കിട്ടിയതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തോ ഒരു എനർജി, ഒരു ഇൻസ്പിറേഷൻ കിട്ടിയതുപോലെ ഫീൽ ചെയ്യുന്നു. നിങ്ങൾ അഡ്വഞ്ചറായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യത്തെ ഇവിടെ യൂണിവേഴ്സ് എടുത്തു പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മറ്റുള്ളവർക്ക് പ്രചോദനമായിട്ടുള്ളൊരു വ്യക്തിയാണ്, ഇൻസ്പിറേഷൻ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. നിങ്ങളറിയാതെ തന്നെ നിങ്ങളെ ഒത്തിരി പേര് ചേസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ഒത്തിരി പേർക്ക് പ്രചോദനമാകുന്നുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങളാണ് ഒരു ബ്രൈറ്റ് ലൈറ്റായിട്ട് മറ്റുള്ളവർ കാണുന്നത്. പണ്ടത്തെ പോലെയല്ല, നിങ്ങൾക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടെന്ന് അവർ പരസ്പരം സംസാരിക്കുന്നുണ്ട്. ഒരു എനർജി, ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിപ്പോൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ അത് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? നിങ്ങൾ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതുതന്നെയാണ് നിങ്ങളിലേക്ക് ഇൻസ്പിറേഷൻ വന്നതുപോലെ ഫീൽ ചെയ്യുന്നത്, യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉള്ളതുപോലെ ഫീൽ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളോടൊപ്പം പ്രപഞ്ചശക്തിയുമുണ്ട്. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ നേടാനായിട്ട് പോവുകയാണ്. ഇവിടെ മൂൺ കാർഡാണ്, റിവേഴ്സാണ് വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്കൊരു ഫിയർ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ എല്ലാവർക്കും അല്ല പറയുന്നത്, കുറച്ച് പേർക്ക് പേഴ്സൻ്റെ തിരിച്ചുവരവ് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു ഭയത്തെയാണ് കാണിക്കുന്നത്. ഇനിയും ബ്ലോക്ക് ആകുമോ, എൻ്റെ പേഴ്സണിലേക്ക് വരുമോ എന്നുള്ള സംശയമുള്ളവരുണ്ട്. അതായത് നിങ്ങളുടെ കഴിവിന് തന്നെ നിങ്ങൾക്ക് വിശ്വാസമില്ലായ്മയാണ് കാണിക്കുന്നത്. ഇവിടെ മെൻ്റൽ കൺഫ്യൂഷനെയാണ് കാർഡ് പറയുന്നത്. റിവേഴ്സാണ് കാർഡ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ കൺഫ്യൂഷനായിട്ട് പറയുന്നത്. ആങ്സൈറ്റി, ഫിയർ എന്നാണ് കാർഡ് പറയുന്നത്. എന്നാൽ യൂണിവേഴ്സ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് നമ്മൾ പ്രെയർ ഒന്നും ചെയ്യാതെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്ത് തന്നെ ഇല്ലാതാവും. നമുക്കൊരു എനർജി ഇല്ലാത്തതുപോലെ ആവും. പിന്നെ എങ്ങനെയാണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുക? പിന്നെ എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുക? നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നമ്മുടെ മൈൻഡിനോട് നമ്മൾ എന്താണോ പറയുന്നത്, പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് ആണോ കൊണ്ടുവരുന്നത്, അത് തന്നെയാണ് അവിടെ പ്രവർത്തിക്കുക. നെഗറ്റീവായിട്ടുള്ള തിങ്കിങ് ആണ് നമ്മളിലുള്ള വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നമ്മളിലേക്ക് സംഭവിക്കുകയുള്ളൂ. നമ്മൾ പറയുന്ന കാര്യം അത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണെങ്കിൽ അത് നമുക്ക് സാധിച്ചു കിട്ടിയെന്ന് മാത്രം കരുതിയാൽ മതി. നെഗറ്റീവ് ചിന്തകൾക്ക് ഇവിടെ സ്ഥാനമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഭയക്കരുത്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യം അത്രമേൽ ആഗ്രഹത്തോടു കൂടി മാനിഫെസ്റ്റ് ചെയ്യുക. എന്തിനാണ് മാനിഫെസ്റ്റ് ചെയ്യാൻ പറയുന്നേ? അത്രമേൽ ആഗ്രഹം വേണം, തീവ്രമായിട്ടുള്ള ആഗ്രഹം വേണം. എന്താണോ നിങ്ങൾ പ്രപഞ്ചത്തോട് ചോദിക്കുന്നത്, എന്താണോ നിങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നത്, നമ്മളിൽ തന്നെയാണ് ദൈവമുള്ളത്. നമ്മൾ തന്നെയാണ് നമ്മുടെ ലൈഫിൻ്റെ പ്രോഗ്രസ് കാണേണ്ടത്. നമ്മളിവിടെ പ്രവർത്തിച്ചാൽ മാത്രമേ, നല്ലൊരു എനർജി നമ്മളിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ നമ്മളിലേക്ക് എല്ലാം പോസിബിൾ ആവുള്ളൂ. നമുക്കൊരു സാധ്യത വരുള്ളൂ കേട്ടോ, അത് ഉറപ്പാണ്. നെഗറ്റീവ് ചിന്ത വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും കിട്ടുന്നില്ലല്ലോ, ഒന്നും സാധിക്കുന്നില്ലോ വിചാരിച്ചാൽ അങ്ങനെ തന്നെ ലൈഫ് വരുള്ളൂ. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നവർക്ക് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഏസ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്, നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചുവരവാണ്. ന്യൂ ഐഡിയ അവരുടെ മനസ്സിൽ വരുന്നുണ്ട്, പ്ലാൻ ചെയ്യുകയാണ് അവർ. ഇവിടെ
അവരിലൊരു ഇൻസ്പിറേഷൻ വരുന്നുണ്ട്. നിങ്ങളുടെ പോസിറ്റീവ് ചിന്തകൾ തന്നെയാണ് അവരിലേക്ക് മാറ്റം കൊണ്ടുവരുന്നത്. അവർ തിരിച്ചു വരും, എന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ട് അവർ തിരിച്ചു വരും എന്നുള്ളൊരു വിശ്വാസമാണ് ഇവിടെ വേണ്ടത്. അത്രയേറെ ആഗ്രഹമാണ് വേണ്ടത്. എങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നൊരു കാര്യത്തിൽ സ്റ്റെബിലിറ്റി എന്നാണ് പറയുന്നത്. ഇവിടെ നേച്ചറായിട്ട് തന്നെ, പ്രകൃതിയായിട്ട് തന്നെ നമ്മളിലേക്ക് അഥവാ നിങ്ങളിലേക്ക് ബ്ലെസ്സിങ്സ് കൊണ്ടുവരുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധ്യമാകാൻ പോകുന്നു. നിങ്ങൾ കാണേണ്ടത് ബ്രില്യൻറ്റ് ഫ്യൂച്ചറാണെന്ന് യൂണിവേഴ്സ് പറയുന്നു. അതിനുള്ള തയ്യാറെടുപ്പാണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. സെൽഫ് ലവ് ചെയ്യുക, നിങ്ങളുടെ ലക്ഷ്യത്തെ മുന്നോട്ട് കാണുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചുവരവ്, അവരെടുക്കുന്ന ആക്ഷനെയാണ് പേജ് ഓഫ് സോർട്സ് കാർഡ് പറയുന്നത്. റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. അവരുടെ കരിയറിൽ അത്ര നല്ല രീതിയിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുമ്പോൾ ക്യൂരിയോസിറ്റിയാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങളെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് അവർക്ക് കിട്ടുന്നുണ്ട്. അവർ അവരുടെ സുഹൃത്തുക്കളോടോ നിങ്ങളുടെ സുഹൃത്തുക്കളോടോ ഒക്കെ അന്വേഷിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചെറിയൊരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും നോ കോണ്ടാക്റ്റ് ആണ്, സെപ്പറേഷൻ ആണ്. പക്ഷേ നിങ്ങളറിയാതെ തന്നെ നിങ്ങളവർ ചേസ് ചെയ്യുന്നുണ്ട്. നിങ്ങളിലേക്ക് വരുമ്പോൾ അവർക്ക് ഇനി എങ്ങനെയായിരിക്കും ജീവിതം എന്നുള്ളൊരു ആകാംക്ഷയുമുണ്ട്. ന്യൂ ഐഡിയ ആണ് ഈ കാർഡിൽ പറയുന്നത്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അവർ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഇവിടെ. ഒരു കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ ആ ഒരു പാതയിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നു. ഇവിടെ അവരിലേക്ക് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അതായത് നിങ്ങളെന്ന വ്യക്തി അവരിലേക്ക് ചെല്ലുമെന്നുള്ളൊരു കാര്യത്തെയാണ് കാണിക്കുന്നത്. നിങ്ങൾ ഒന്നാകുമെന്നുള്ളൊരു കാര്യത്തെയാണ് കാണിക്കുന്നത്. അവരുടെ ലക്ഷ്യം നിങ്ങളിലേക്കാണ്. അവർ അതിന് തയ്യാറെടുത്ത് കഴിഞ്ഞു എന്നാണ് കാർഡ്സ് പറയുന്നത്. പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് തന്നെയാണ്. ടൈം കാർഡ് എടുക്കാം. വിത്തിൻ 1 വീക്ക്, ഒരാഴ്ച കേട്ടോ, അപ് ടു നെക്സ്റ്റ് മാർച്ച്, 2 മാസം കൂടി കാത്തിരിക്കണേ. എല്ലാവർക്കും എന്നല്ല, ചില വ്യക്തികൾക്ക്. ഇൻ നെക്സ്റ്റ് ജൂൺ, 3 കാർഡ് പോരെ. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് എന്താണ്, അതിനെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. ഇൻ 3 വീക്സ്. ഓക്കെ, അപ്പോൾ 1 വീക്ക് എന്ന് കിട്ടിയിട്ടുണ്ട്, 3 വീക്സ് എന്ന് കിട്ടിയിട്ടുണ്ട്, മാർച്ച് കിട്ടിയിട്ടുണ്ട്, ജൂൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏതാണോ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ഷനായിട്ട് തോന്നുന്നത് ആ കാർഡ്സിനെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് സ്വീകരിക്കുക. ആ ഒരു ഡേറ്റിനെ, ആ ഒരു ദിവസത്തെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. അതിനുള്ള എൻ്റെ പേഴ്സണിലേക്ക് തിരിച്ചു വന്നതിന് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുക. എല്ലാം നമുക്ക് സാധിച്ചു കിട്ടി, അതിനാണ് നമ്മൾ നന്ദി പറയേണ്ടത് കേട്ടോ. അത്രമേൽ ആഗ്രഹം വേണം. നമുക്കാണ് നേടിയെടുക്കേണ്ടത്. നമുക്കാണ് ഒരു പോസിറ്റീവ് തിങ്കിങ് വേണ്ടത്. ഇതിനെല്ലാം നമ്മളിലേക്ക് തിരിച്ച് അട്രാക്ഷൻ വരും, എല്ലാത്തിനും വരും. ഇടയിൽ കോള് വന്നായിരുന്നു, അതൊന്ന് ബ്രേക്കായി പോയേ. unsure, protection, loyalty, fluttering hearts, stay strong, study support, celebration. പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ സന്തോഷിക്കാനായിട്ട് തയ്യാറായിക്കോളൂ കേട്ടോ. സംശയം വേണ്ട. സംശയം ഉണ്ടെങ്കിൽ നമ്മളിലേക്ക് ഒന്നും സാധിക്കില്ല കേട്ടോ. ആദ്യത്തെ കാർഡ് അൺഷുവർ, ക്വസ്റ്റനിങ് പാസ്റ്റ് ആക്ഷൻ ആൻഡ് കറന്റ് ഡിസിഷൻ എന്നാണ് ആദ്യത്തെ കാർഡ് പറയുന്നത്. പാസ്റ്റ് ചോദ്യം ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. നിലവിലുള്ള തീരുമാനത്തെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. അവർ ചെയ്ത തെറ്റ് തന്നെയാണ് അവരിലേക്ക് ഇങ്ങനെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. നിങ്ങളോട് ചെയ്തിട്ടുള്ള തെറ്റുകൾ അവർ മനസ്സിലാക്കുന്നു, അതിനെ വിലയിരുത്തുന്നു. അവരെടുക്കേണ്ട തീരുമാനം
അതാണ് കാർഡ്സ് പറയുന്നത്. സെക്കൻഡ് കാർഡ് പ്രൊട്ടക്ഷൻ എന്നാണ്. ടേക്കിംഗ് കെയർ ഓഫ് യുവർ സെൽഫ് ആസ് വെൽ ആസ് ദ റിലേഷൻഷിപ്പ്. നിങ്ങളുടെ എനർജിയാണ്, സംരക്ഷിക്കാനാണ് പറയുന്നത്, നിങ്ങളെയും ഈ ഒരു ബന്ധത്തെയും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സെൽഫ് ലവ് ആണ്. അതിനുശേഷം ചെയ്യേണ്ടത് എന്താണ്? ഈ ഒരു ബന്ധത്തിനെ കുറിച്ചിട്ട് വിലയിരുത്തുന്ന നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബന്ധത്തെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറയുന്നു. ആ പേഴ്സൺ തിരിച്ചു വരും. ഇപ്പോൾ നിങ്ങൾ സെൽഫ് ലവ് ആണ് ചെയ്യേണ്ടത്. അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് കേട്ടോ. ലോയൽറ്റി, സ്റ്റാൻഡിങ് ബൈ ഈച്ച് അതർ ത്രൂ തിക്ക് ആൻഡ് തിൻ. ഇവിടെ ഒരുമിച്ച് നിൽക്കാനാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഒരുമിച്ച് നിൽക്കാനാണ് പറയുന്നത്. ട്രൂ ലവിനെയാണ് കാണിക്കുന്നത്. നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരുമിച്ച് നിൽക്കാൻ പറയുന്നു. ഉയർച്ച താഴ്ചകൾ വരാം, ബന്ധത്തിൽ ഏറ്റക്കുറച്ചുകൾ വരാം. ഇത് യൂണിവേഴ്സായിട്ട് തന്നെ ഉറപ്പിച്ചുള്ളൊരു ബന്ധമാണ്. നെക്സ്റ്റ് ലെറ്ററിങ് ഹേർട്സ് എന്നാണ്. എൻജോയ് ദി റൊമാൻസ് ആൻഡ് ഡിസൈഡ് ഇഫ് യു വാണ്ട് മോർ. അപ്പോൾ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു പ്രണയത്തെ ആസ്വദിക്കാനാണ്. ഓക്കെ, ഇനി നിങ്ങൾ കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സ് ഈ ഒരു ബന്ധത്തെ അത്രയും ഒരു പവിത്രമായിട്ട് തന്നെയാണ് കാണുന്നത്. ചുറ്റുമുള്ള വ്യക്തികളാവാം, ചുറ്റുപാടുകളാവാം, സാഹചര്യമാവാം, ഗോസിപ്പിനെ ഭയന്നിട്ടാവാം ഒരു അകൽച്ച വന്നിട്ടുള്ളത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ട് തിരിച്ചു വരട്ടെ. അപ്പോൾ അത്രയേറെ സ്നേഹം നിങ്ങളിലേക്ക് തരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. സ്റ്റേ സ്ട്രോങ്, ഫൈറ്റ് ഫോർ ലവ് ബട്ട് ചൂസ് യുവർ ബാറ്റിൽസ് വൈസ്ലി. പ്രണയത്തിനായിട്ട് പോരാടുക, എന്നാൽ ഇവിടെ യുദ്ധമെന്ന് പറയുന്നത് വിവേകപൂർവ്വം ചെയ്യാനാണ് പറയുന്നത്. തിരിച്ചു വരുമ്പോഴേ വാക്കുതർക്കങ്ങൾ ഉണ്ടാവാം, പക്ഷേ വിവേകത്തോട് കൂടിയിട്ട് തീരുമാനം എടുക്കാനാണ് യൂണിവേഴ്സ് പറയുന്നേ. പ്രശ്നങ്ങൾ ഉണ്ടാവാം, സോൾവ് ചെയ്യുമ്പോഴേ വിവേകപൂർവ്വം നമ്മൾ സൈലൻ്റ് ആയിട്ടിരിക്കേണ്ടടുത്ത് സൈലൻ്റ് ആയിട്ടിരിക്കുക. പറയേണ്ട കാര്യങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ. വീണ്ടും തിരിച്ചു വന്നിട്ട് വീണ്ടും പിരിയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തരുത്. പോയി കഴിഞ്ഞാൽ ആർക്കാണ് നഷ്ടം? നിങ്ങൾക്ക് രണ്ടുപേർക്ക് തന്നെയാണ് നഷ്ടം. സ്റ്റഡി സപ്പോർട്ട്, ബിൽഡ് എ സ്ട്രോങ് ഫൗണ്ടേഷൻ വിത്ത് കമ്പൈൻഡ് എഫേർട്ട്. ശക്തമായിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ് ഇവിടെ ആവശ്യമെന്ന് പറയുന്നു. അടിത്തറയാണ് ആവശ്യമെന്ന് പറയുന്നു. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് എഫേർട്ട് എടുത്താലാണ് ബന്ധം നല്ല രീതിയിൽ പോവുള്ളൂ. ഒരു ഫൗണ്ടേഷൻ ഉണ്ടാവുള്ളൂ, ഒരു അടിത്തറ ഉണ്ടാവുള്ളൂ, അല്ലേ? അപ്പോൾ അതാണ് യൂണിവേഴ്സ് പറയുന്നത്. രണ്ടുപേരും ഒരുമിച്ച് നിൽക്കണമെന്നാണ് പറയുന്നത്. ആദ്യമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് നിങ്ങൾ ഒരുമിക്കുമ്പോൾ ഒരുമിച്ച് നിൽക്കണം. രണ്ട് കൈയും കൂട്ടി ഇങ്ങനെ വെച്ചാലാണ് അവിടെ ഒരു യോജിപ്പ് ഉണ്ടാവുക. അതുപോലെ തന്നെയാണ് ബന്ധങ്ങളും. ഒരു കൈ അകത്തി കഴിഞ്ഞാൽ വിള്ളൽ വന്നു. അപ്പോൾ അവർ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ പരസ്പര ഐക്യം വേണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എങ്കിൽ നിങ്ങളിലേക്ക് എന്താണ്? സെലിബ്രേഷനെയാണ് കാണിക്കുന്നത്. ടേക്കിംഗ് ടൈം ടു അപ്രീഷിയേറ്റ് ദ ഗുഡ് തിങ്സ്. നല്ലത് സംഭവിക്കാനായിട്ട് സമയമെടുക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സമയമെടുക്കുന്നതിനെ നമ്മളിലേക്കൊന്നും സാധിക്കുന്നില്ലല്ലോ വെച്ചിട്ട് കാര്യമില്ല. ആ സമയമെടുക്കുന്നത് നമ്മളുടെ ഗുഡ് തിങ്സിന് വേണ്ടിയിട്ടാണ്, നമ്മളുടെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നു. അതിലാണ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്, അല്ലേ? അപ്പോൾ ശരിയും തെറ്റും തിരുത്തിക്കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഒരു ചെറിയ ഒരു ഡിലേ വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് കുറച്ചുകൂടി മികച്ചത് കിട്ടാനാണ്, കുറച്ചുകൂടി നന്മ വരാനാണെന്ന് മാത്രമേ ഇവിടെ കരുതേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾക്കൊന്നും സാധിക്കുന്നില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും സാധിക്കില്ല. ഈ ഒരു ഡിലേ, ഈ ഒരു നോ കോണ്ടാക്ട് എന്ന് പറയുന്നത് എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത് തരാനാണ്. കുറച്ചും കൂടിയും ഞങ്ങൾക്കിടയിൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. ആ കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് നല്ലൊരു ജീവിതമാണ് യൂണിവേഴ്സ് തരുന്നതെങ്കിൽ ആ ഒരു സമയത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം, അല്ലേ? ഇനി നിങ്ങളുടെ പേഴ്സണൽ തിരിച്ചുവരവ് നിങ്ങൾ പ്രതീക്ഷിക്കുമ്പോൾ അവർ പൂർണ്ണമായിട്ട് നിങ്ങളിലേക്ക് വരണം. മടങ്ങിപ്പോക്ക് പാടില്ല. അപ്പോൾ അതിനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യൂ. നിങ്ങൾക്കുള്ള സമയമാണ്. പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് മാത്രമാണ് ഇവിടെ ആവശ്യം. ഈ റീഡിങ് ഞാനിവിടെ നിർത്തുകയാണ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണലായിട്ടുള്ള റീഡിങ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.